ഫോക്കലോർ അക്കാദമി ഭാരവാഹികൾ നവപുരം പുസ്തക ദേവാലയം സന്ദർശിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പ്രാപ്പൂയിൽ കക്കോട് ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമവും ലോകത്തിലെ തന്നെ ഗ്രന്ഥപ്രതിഷ്ഠ നടത്തിയ നവപുരം മതാതീത ദേവാലയവും കേരള ഫോക്കലോർ അക്കാദമി ചെയർമാനും ഗാനരചയിതാവുമായ OS ഉണ്ണികൃഷ്ണൻ, ഫോക്കലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, നിർവാഹക സമിതി അംഗം നാടൻ കലാകാരനുമായ അഡ്വക്കേറ്റ് സുരേഷ് സോമ എന്നിവർ സന്ദർശിച്ചു. നവപുരം സ്ഥാപകനും പ്രഭാഷകനുമായ പ്രാപ്പൂയിൽ നാരായണ മാസ്റ്റർ ഇവരെ സ്വീകരിച്ചു. നവപുരം കലാസാഹിത്യ സഭ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കലാകാരനുമായ ജിജു ഉറപ്പടിയും ഒപ്പമുണ്ടായിരുന്നു. നവപുരം ഗ്രാമത്തെക്കുറിച്ചും ഗ്രന്ഥപ്രതിഷ്ഠ നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇപ്പോൾ ഗ്രന്ഥപ്രതിഷ്ഠയുടെ പ്രസക്തിയെക്കുറിച്ചും നാരായണ മാസ്റ്റർ ഇവരുമായി സംസാരിച്ചു. മഹാനായ പ്ലാറ്റോയിൻ്റെ ഒരു കോട്ടിങ്ങാണ് എൻ്റെ മനസ്സിൽ നവപുരത്ത് പ്രാപ്പൂയിലിൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നത്. ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. അത് വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ വഴിയിലേക്ക് സൂചകമായി നിൽക്കുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മലയുടെ മുകളിൽ ജ്ഞാനദാഹിയായി വിജ്ഞാനദാഹിയായി ആളുകൾ എത്തിച്ചേരാനും അത് ഒരർത്ഥത്തിൽ ഒരു ദേവാലയ സന്ദർശനമാകുന്നതിനും സാധ്യമാകുന്നു ഈ സ്ഥാപനം എന്നുള്ളതാണ്. ഇതിന്റെ പിറകിൽ നാരായണ മാഷിന്റെ ഒരു യുക്തി, അതുപോലെ തന്നെ ഭാവിയിൽ ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അറിവിന്റെ ഈ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിനുള്ള സന്തോഷം. ജ്ഞാനമാണ് ദൈവം എന്ന വലിയൊരു സംസ്കാരത്തെ ലോകത്തിനകം പകർന്നു കൊടുത്ത നാടാണ് ഭാരതം. ഭാരതം എന്ന വാക്കിൽ തന്നെ ഭാസിൽ ലഭിക്കുന്നത് അറിവിൽ ശോഭിക്കുന്നതെന്നാണ് അർത്ഥം. അറിവ് സ്വാഭാവികമായും കേവലം പുസ്തകനിഷ്ഠമാണ് അറിവെന്ന് നമ്മൾ ധരിക്കുന്നില്ല. പക്ഷേ പുസ്തകം അറിവിലേക്കുള്ള ഒരു ഉപാധിയാണ്. ആ ഉപാധിയെ ദേവതയായി സങ്കല്പിച്ചുള്ള വലിയ ഒരു പ്രതിഷ്ഠ. ഈ യഥാർത്ഥത്തിൽ ഓരോ മനസ്സിലും നടക്കേണ്ട വലിയ പ്രതിഷ്ഠയാണ് ഇവിടെ ഗ്രന്ഥ പ്രതിഷ്ഠയിലൂടെ നാരായണൻ മാഷ് നിർവഹിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് ഇവിടെ വരുവാൻ കഴിഞ്ഞതിൽ. ഇത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരിടം അതിന് തിരഞ്ഞെടുത്തതിലേറെ സന്തോഷം. ഒരു മലകയറ്റം, അറിവിന്റെ മലകയറ്റമായി സ്വാഭാവികമായി ഇവിടെ വരുമ്പോൾ അതിനൊരു പരിണതി ഉണ്ടാകുന്നുണ്ട്. അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തീർച്ചയായും വന്നതിൽ, കാണുവാൻ കഴിഞ്ഞതിൽ, ഇവിടെ അല്പനേരം നിൽക്കുവാൻ കഴിഞ്ഞതിലൊക്കെയുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. മതമില്ല, ജാതിയില്ല, മറ്റു വേർതിരിവുകളോ വേൽക്കെട്ടുകളോ ഒന്നുമില്ലാതെ പുസ്തകം അറിവിന്റെ ഒരു അക്ഷര കേന്ദ്രം, ഒരു ദേവാലയമായി മാറുന്ന ഈ നവപുരം സ്ഥലത്ത് നാരായണൻ മാഷിന്റെ ഈ പുസ്തക പ്രതിഷ്ഠയുള്ള ഈ സ്ഥലത്ത് വന്ന് കാണാനും ഇതറിയാനും കഴിഞ്ഞ സന്തോഷം. പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് ഇത്തരം ഒരു വേറിട്ട അനുഭവം. അറിവിന്റെ തുറന്നിട്ട ജാലകമാണ് പുസ്തകം. ആ പുസ്തകം പ്രതിഷ്ഠയാക്കി മാറ്റിയ ഒരു സ്ഥലത്തെത്തുക എന്ന് തന്നെ പറയുന്നത് അതൊരു വേറിട്ട അനുഭവമാണ്. നാരായണ മാഷിനും ഈ വിജ്ഞാന കേന്ദ്രത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.